ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്താ വിശേഷം? ആദ്യം ഞങ്ങൾ നീച്ചിട്ട് ഇന്ന് ആദ്യം സ്കൂളൊന്നും ഇല്ലാത്തത്, അപ്പോൾ ഏതായാലും ഞങ്ങൾ നീച്ചിട്ടുണ്ട്. ഇന്നത്തെ വിശേഷങ്ങൾ കാണാം. ഓക്കെ, ഗുഡ് മോർണിംഗ് പറയും. നല്ല ചേച്ചി ആരും കേട്ടില്ല, പറ ഗുഡ് മോർണിംഗ്. ഇങ്ങോട്ട് നോക്കി നമ്മുടെ ഒരു ദിവസം തുടങ്ങാട്ടെന്ന്. അങ്ങനെ ഞാനും ആദ്യം മൂന്ന് നീച്ച പാടെ തന്നെ ഞങ്ങൾ ബെഡ്ഷീറ്റ് മടക്കി വെച്ചു. പിന്നെ അതേമാതിരി കർട്ടനൊക്കെ റെഡിയാക്കി വെച്ചു. സാധാരണ ഒട്ടുമിക്ക ദിവസങ്ങളും കർട്ടനായിട്ട് ആദ്യം ഒന്നിനായിട്ട് റെഡിയാക്കി തരല്. അങ്ങനെ നമ്മളൊക്കെ റെഡിയാക്കി നേരെ കിച്ചണിലെത്തി പാമ്പുണ്ടിട്ട് അവിടെയൊക്കെ ഭക്ഷണവും സാധനങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഹായ് ഗുഡ് മോർണിംഗ്. ഇന്നെന്താ സ്പെഷ്യൽ? യെസ്, ആവി പൊന്തുന്ന പുട്ടുണ്ട്, പിന്നെ കടലക്കറി ഉണ്ടല്ലേ. കടലക്കറിയും പുട്ടും. ഇന്ന് നേരത്തെ നീച്ചു. ഇന്ന് അതിന് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്ര നേരത്തെ നീക്കണ്ട കേട്ടോ, സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട്. ആദ്യം കൂട്ടുകാരനെ വിളിച്ചുകൊണ്ടിരിക്കാനായിട്ട് അവിടെ വന്നിട്ട് അങ്ങനെ ഇവിടെ ഉള്ളതാണ് എന്ന് അപ്പുറത്തേക്ക് മോനസിന്. ആദ്യം മൂന്നാ മൂക്കിൽ മുറിയുള്ളത് കാരണം രാവിലെ തന്നെ ഒരു സിറപ്പ് ഉണ്ട് അതിന് കൊടുക്കാൻ, അത് കൊടുത്ത് പിന്നെ മൂക്കിൽ ഓലമെൻ്റ് ഒക്കെ തേച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ തേച്ച് കൊടുത്ത് നമ്മൾ കൈ തൊടാതെ ബെഡ് സെറ്റാണ് നമ്മൾ തേച്ച് കൊടുത്തിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നേരെ പല്ല് തേക്കാനുള്ള പരിപാടിയായിട്ട് പല്ല് തേച്ച് ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടി അവിടെ അമ്മ എന്തൊക്കെ പരിപാടിയിലാണ്. അത് കഴിഞ്ഞ് നോക്കുമ്പോഴും ആദ്യം മൂന്ന് ബക്കറ്റിൽ കപ്പിൽ വെള്ളം എടുത്ത് വന്നുകൊണ്ട് നമ്മുടെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കൂടുതലൊന്നുമില്ല, ചെടികളും കാര്യങ്ങളും പച്ചക്കറിയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാനാ, ഓരോരോ ശീലങ്ങൾ. അത് എന്താ വെച്ചാൽ കപ്പിലൊക്കെ വെള്ളം എടുത്തുകൊണ്ടെന്ന് ഓരോന്നും ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതേമാതിരി ഇടയ്ക്ക് കാണലുണ്ട് ആൾ നല്ല നല്ല ശീലങ്ങളൊക്കെ കയ്യിലുള്ള കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ പുട്ടും കറി ആയിക്കൊണ്ടിരിക്കുന്ന കടലക്കറി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ താറൻ്റെ അടുത്തേക്ക് വന്നിട്ട് അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഞാൻ വണ്ടിയാണെങ്കിൽ ഇന്നലെ ഷെഡ് കയറ്റാതെ പെടട്ടു. മേലൊക്കെ ഫുള്ള് മരത്തുമ്പോൾ കച്ചറൊക്കെ ഉണ്ടാകരപ്പായിരിക്കും. പിന്നെ ഞാൻ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ കൊഴിച്ചിട്ട് നമ്മളെ അമ്പായങ്ങ തൈ ആകെ പൂവിട്ടിട്ടുണ്ട് കേട്ടോ, സെറ്റായിട്ടുണ്ട്. പിന്നെ മൂച്ചിയുണ്ട്, റംബൂട്ടാനൊക്കെ ഉണ്ട്. ഒക്കെ ഇങ്ങനെ തളർത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ. കക്കൂസുമായി പിന്നെ ഓൾറെഡി കുത്തി വെച്ചതല്ലേ. ഞങ്ങളെല്ലാ പരിപാടിയും കഴിഞ്ഞ് കിച്ചണിക്ക് എത്തിയപാട് ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ അമ്മ പുട്ടും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം മോനും കഴിക്കുന്നുണ്ട്, അപ്പുറത്ത് ഞാനും കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും പുട്ട് അവിടെ നിന്ന് കഴിച്ചിട്ടോ, പുട്ടും കടലക്കറി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ എന്ത് ചെയ്തു, വണ്ടീൻ്റെ അടുത്തേക്ക് പോയിട്ടോ. വണ്ടിക്ക് അടുത്ത് പോയിട്ട് പറമ്പിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ എന്താ വെച്ചാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടായിരുന്നു. എന്താ വെച്ചാൽ മണ്ണ് ലെവൽ ചെയ്ത് തറയിൽ മണ്ണ് ഇതാക്കാണ്ട് കാര്യങ്ങൾ, അങ്ങനത്തെ ഒരുപാട് പരിപാടികളുണ്ട്. പിന്നെ അതിനിടയ്ക്ക് ഞാൻ വണ്ടി നിർത്തി പോയതിൻ്റെ മുകളിൽ നിറച്ച് മണ്ണായിരുന്നു. മണ്ണും പിന്നെ അതേമാതിരി ഓരോ ഇലൻ്റെതും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ വാഷ് ചെയ്തു. പിന്നെ ഞാൻ നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ അതൊക്കെ ഒന്ന് നനച്ച് ക്ലിയർ ചെയ്തൊക്കെ സെറ്റാക്കി വെച്ചിട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഒരു ആഴ്ചയിലൊക്കെ ഒരു ദിവസം ഒരു നനവുള്ളതാണ്, അല്ലാതെ കണ്ടിന്യൂ ആയിട്ടൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ നമ്മുടെ വണ്ടീൻ്റെ മേലിൽ ആകെ കച്ചറായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കുകയും ചെയ്തിട്ടോ. പിന്നീട് നമുക്കുള്ള പണി എന്താ വെച്ചാൽ നമ്മുടെ തറൻ്റെ അവിടെ ഈ നിലവിൽ മണ്ണിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ കക്കുസുമൊക്കെ കുത്തിയ സമയത്ത് മണ്ണിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഭായിമാരെ കിട്ടിയിരുന്നത് മറ്റേ കംപ്രസറിന് കുത്തിയാണ്. അറ്റുങ്ങൾ നന്നായിട്ട് കുന്നു കൂട്ടിയിട്ടതിന് ശേഷം ആകെ പരന്നടക്കാൻ. അപ്പോൾ അതൊന്നായിട്ട് ഞാൻ മൊത്തത്തിൽ അവിടെ നിന്ന് കൊത്തി എന്നെ സഹായിക്കാൻ ആദ്യം മോനും വന്നു കേട്ടോ കൂട്ടിനായിട്ട്. കാരണം സഹായം തന്നെയല്ല, അങ്ങനെ ഓരോരോ ചെറിയ പരിപാടികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനത്തെ ചെറിയൊരു കുഞ്ഞു കൈക്കോട്ടുണ്ട് ഞങ്ങളടുത്ത് അവനും വേണ്ടി വാങ്ങിയാണ് കേട്ടോ. അപ്പോൾ അതിട്ടുള്ള പരിപാടികളേനും ഓനും എന്തായാലും നമ്മൾ ആ പരിപാടികളൊക്കെ വൃത്തിയായിട്ട് നല്ല ഉഷാറിൽ ചെയ്തിട്ട് അങ്ങനെ ഞാനതൊക്കെ കഴിഞ്ഞ് നേരെ ചട്ടിപ്പറമ്പിക്ക് പോകണ്ട. കല്ലിൻ്റെ പൈസ കൊടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 2-3 വണ്ടിക്കാരെ കാണേണ്ടതായിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോണ പോക്കിൽ ഞാനിപ്പോൾ കുഴിപ്പുറം വഴിയായിട്ട് പോയി. കുഴിപ്പുറം എത്തിയപ്പോൾ അവിടെ ഒരു KK ഫിഷ് ഫാം എന്ന് കണ്ട് ഗപ്പിൻ്റെ ഒരു ഇതുണ്ട്. നല്ല അത്യാവശ്യം നല്ല മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഗപ്പിയൊക്കെ അടിപൊളി ഗപ്പികളൊക്കെ ഉണ്ട്. 300, 350, 150, 200, 250 തീറ്റകൾ കാര്യങ്ങൾ, എയർ ഫിൽറ്റർ കാര്യങ്ങൾ, അക്വേറിയം എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. അവർ മൊത്തം കൊടുക്കേണ്ടതാണ്. അവിടുത്തെ റേറ്റും കാര്യങ്ങളും കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, വേണ്ടവർക്ക് എന്തായാലും പോകും. അങ്ങനെ ഞാനതൊക്കെ കഴിഞ്ഞ് ചട്ടിപ്പറമ്പെത്തി പിന്നെ കണക്കൂട്ടാനും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ച ആളെടുത്ത് കല്ലിൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ ഞാൻ അവിടെ നിന്ന് റിട്ടേൺ വരുമ്പോൾ വട്ടപ്പറമ്പെത്തിക്ക് അവിടെ ചെന്നപ്പോൾ ഫുള്ള് ബ്ലോക്ക് കേട്ടോ. പ്രകടനവും കാര്യങ്ങളൊക്കെ ഒരു ഏരിയ അത്യാവശ്യം ഉണ്ട്. എല്ലായിടത്തും ബ്ലോക്ക് തന്നെ, പോകണോടത്തൊക്കെ ബ്ലോക്ക് തന്നെ കേട്ടോ. പക്ഷേ മെയിൻ റോഡിൽ വലിയ തിരക്കില്ലാത്തത് കാരണം പിന്നെ ഒരു സമാധാനം കേട്ടോ. അങ്ങനെ ഞാൻ വീട്ടിലൊക്കെ എത്തിയേക്ക് വീട്ടിൽ സനുവിൻ്റെ വക അവിടെ ജ്യൂസും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. മുന്തിരി ജ്യൂസ് ഞാൻ കൊണ്ടുവന്നതിന് മുന്തിരി കൊണ്ടുവന്നതിന് അപ്പോൾ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടോ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വേണ്ട ഈ തിന്നോ, അതിന്റെ ഉള്ളിലതൊക്കെ തിന്നില്ലേ. ഷവർമ്മൊക്കെ ഈ തിന്നണില്ലേ, ബോണ്ട മാത്രല്ലേ ഉള്ളൂ.
അങ്ങനെ ആദ്യമോന് ഷവർമ്മ ബോണ്ടൻ്റെ ഷവർമ്മയൊക്കെ തിന്നാണ്ട് ബോണ്ട മാത്രം നമ്മളെ തീറ്റിക്കണം. അപ്പോൾ നമ്മൾ ആദ്യമോന് ചോറ് കൊടുക്കാനുള്ള പരിപാടിയിട്ടാണ്. അപ്പോൾ ഏതായാലും ഇന്നത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇന്നത്തെ ദിവസം ബായ്, എല്ലാവർക്കും ബായ് കൊടുക്കുക. ഗുഡ് നൈറ്റ് പറയും, ഗുഡ് നൈറ്റ് പറയും, ഗുഡ് മോർണിംഗ് പറയും. ഗുഡ് നൈറ്റ്. ശരി. 30, 40, 50, 60, 70. 17 ഫ്ലാഗ്സ്. ഓക്കെ Flag. ഓക്കെ. ഇനി അടുത്തത് ഇത് 18. എത്ര ഷിപ്പ് ഉണ്ട് നോക്ക്. ഇന്നത്തെ വീഡിയോകളെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.